ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധമായിരുന്നു തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചിൽ യുദ്ധം. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്നത്തെ കേരളം നിരവധി ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. കേരളം പല നാട്ടുരാജാക്കന്മാരുടെയും ചെറുരാജ്യങ്ങളായി മുറിഞ്ഞുകിടക്കുകയായിരുന്നു. 1730കളിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധം നടത്തി വെട്ടിപ്പിടിക്കൽ നയം സ്വീകരിക്കുകയും ഈ ചെറിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. ഇത് മലബാറിലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമാൻഡന്റെ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി. ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംഭരണത്തെ ആശ്രയിച്ചാണ് അവരുടെ അന്നത്തെ കേരളം കേന്ദ്രീകരിച്ചുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരം നടത്തിപ്പോന്നിരുന്നത്. മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിന്റെ സാമന്തന്മാരും തിരുവിതാംകൂറുമായി ലയിപ്പിച്ച രാജ്യങ്ങളുമായി ഡച്ചുകാരുടെ കുത്തക കരാറുകൾ മുൻപ് മുതൽ പാലിച്ചു വന്നിരുന്നത് പാലിക്കാൻ വിസമ്മതിച്ചു. ഇത് മലബാറിലെ ഡച്ച് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. 1739 ജനുവരിയിൽ സിലോണിലെ ഡച്ച് ഗവർണറായിരുന്ന ഗുസ്താഫ് വില്ലം വാൻ ഇംഹോഫ് കൊച്ചി സന്ദർശിക്കുകയും മലബാറിലെ ഡച്ച് കോളനിവൽക്കരണം സംരക്ഷിക്കാൻ സൈനിക നടപടി സ്വീകരിക്കണമെന്ന് ജൂലൈയിലെ ഒരു റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുകയും ചെയ്തു. ആ വർഷം അവസാനം ഡച്ചുകാർ കൊച്ചി, തെക്കുംകൂർ, വടക്കുംകൂർ, പുറക്കാട്, ദേശിങ്ങനാട്, കായംകുളം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുടെ ഒരു സഖ്യം സംഘടിപ്പിച്ചു. ഡച്ച് വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ തിരുവിതാംകൂറിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സമാധാന ചർച്ചകൾക്കായി വാൻ ഇംഹോഫ് മാർത്താണ്ഡവർമ്മയെ നേരിട്ട് കാണുകയും ചെയ്തു. എന്നാൽ മാർത്താണ്ഡവർമ്മ ആ ഭീഷണി നിരസിക്കുക മാത്രമല്ല, ഡച്ചുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പ് ആക്രമിക്കുന്നതിനെക്കുറിച്ച് താൻ ചിന്തിക്കുകയാണെന്ന് ധീരമായി മറുപടി നൽകുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ ഈ ധിക്കാരപൂർണമായ മറുപടി ഡച്ചുകാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. കൊല്ലവർഷം 1741 ആയപ്പോഴേക്കും ഇളയിടത്ത് സ്വരൂപത്തിലെ സ്ഥലങ്ങൾ കീഴടക്കിയ തിരുവിതാംകൂർ സേന പിന്നെ ചെയ്തത് ലന്തക്കാരുടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഫാക്ടറികളും കോട്ടകളും തകർക്കുകയും അവയിലുണ്ടായിരുന്ന സാധനങ്ങൾ പിടിച്ചടക്കുകയുമായിരുന്നു. ഈ അവസരത്തിലും ഡച്ചുകാർ തിരുവിതാംകൂറിനെതിരെയുള്ള നീക്കങ്ങൾ രഹസ്യമായി നടത്തുകയും യുദ്ധത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു. ക്യാപ്റ്റൻ ജോഹന്നാസ് ഹാക്കട്ടിന്റെ നേതൃത്വത്തിൽ ഡച്ചുകാർ തിരുവിതാംകൂറിനെതിരെ സിലോണിൽ നിന്നുള്ള സൈനികരുടെ ഒരു സംഘത്തെ സംഘടിപ്പിച്ച് വിന്യസിച്ചു. സിലോണിൽ നിന്നും പുറപ്പെട്ട ഡച്ചുകാരുടെ സൈന്യം കുളച്ചിൽ എന്ന സ്ഥലത്ത് ഇറങ്ങുകയും ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിന്റെ ചെറിയ ഒരു സൈനിക വിഭാഗത്തെ ആക്രമിക്കുകയും ചെയ്തു. അവർ തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലും കൊള്ളയും അക്രമങ്ങളും നടത്തി. ബസാറുകളും കച്ചവട കേന്ദ്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. വിലപ്പെട്ട പലതും അവർ തട്ടിയെടുത്തു. ഇതിനു പുറമെ മരം കൊണ്ട് തുറമുഖത്തുള്ള ഒരു സ്ഥലം സുരക്ഷിതമാക്കുകയും അവിടെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്ത് നിർത്തുകയും ചെയ്തു. അവശേഷിച്ച സൈന്യങ്ങൾ തിരുവിതാംകൂറിന്റെ ഔട്ട് പോസ്റ്റുകളായ തേങ്ങാപട്ടണം, മിഡാലം, കടിയപട്ടണം തുടങ്ങിയ സ്ഥലങ്ങൾ ആക്രമിച്ച് സമ്പൽസമൃദ്ധമായ ഇരണിയിൽ വരെ എത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ മഹാരാജാവ് നേരിട്ട് യുദ്ധത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിന്റെ വടക്ക് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രാമയ്യൻ ദളവയോട് പത്മനാഭപുരത്ത് എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാമയ്യൻ ദളവ ഒരു വലിയ സൈന്യത്തോടുകൂടി കൽക്കുളത്തെത്തുകയും കുതിരപ്പട, കാലാൾപ്പട, പടക്കോപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെട്ട ഒരു വലിയ സൈന്യം ഡച്ചുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഓഗസ്റ്റ് 10 രാവിലെയാണ് കുളച്ചിൽ യുദ്ധം ആരംഭിച്ചിരുന്നത്. യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഡച്ചുകാരുടെ സൈന്യത്തിന് സഹായം എത്തിക്കുവാൻ വേണ്ടി കുളച്ചിൽ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു ഡച്ചു കപ്പലിനെ വഞ്ചികളിൽ ഒരുക്കി നിർത്തിയിരുന്ന തിരുവിതാംകൂർ സേന കരുതലോടെ കൂടി 4 പുറവും വളഞ്ഞുനിന്ന് ആക്രമിക്കുകയും ഈ തിരുവിതാംകൂർ സേനയുടെ ആക്രമണത്തിനെതിരെ പിടിച്ചു നിൽക്കാനാകാതെ പരിഭ്രാന്തരായി ഡച്ചുകാർ രക്ഷപ്പെടുകയും ഡച്ചുകാരുടെ ഭാഗത്ത് കനത്ത നാശനഷ്ടമുണ്ടാവുകയുമാണ് ചെയ്തത്. ആക്രമണം ആരംഭിച്ച ചുരുക്കം ചില മണിക്കൂറുകൾ കൊണ്ട് തന്നെ കോട്ട കൈവശപ്പെടുത്തുവാനും ശത്രുക്കളെ കടലിൽ കിടക്കുന്ന കപ്പലിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കുവാനും സാധിച്ചിരുന്നു. ഡച്ചുകാർ അവിടെ നിന്നും കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കും രക്ഷപ്പെട്ടു ഓടുകയാണ് ഉണ്ടായത്. 389 കൈത്തോക്കുകളും കുറെ തിരകളും നിരവധി വാളുകളും തിരുവിതാംകൂർ സേനയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ഡച്ച് ഓഫീസർമാരെ അടക്കം നിരവധി പേരെ തടവിലാക്കുവാനും തിരുവിതാംകൂർ സേനയ്ക്ക് സാധിച്ചു. ഇതിൽ ബെൽജിയം സ്വദേശികളായ ഡിലനോയിയും ഡെനാഡിയയും ഉൾപ്പെട്ടിരുന്നു. ഡിലനോയുടെ യുദ്ധപാഠവും ആയോധന വിദ്യയിലുള്ള വിജ്ഞാനവും മനസ്സിലാക്കിയ മഹാരാജാവ് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അംഗരക്ഷക സേനയുടെ നേതൃത്വവും തുടർന്ന് പത്മനാഭപുരത്തുള്ള സൈന്യത്തിന്റെ നായകത്വവും ഏൽപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ രാജ്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികൾ നഷ്ടപ്പെട്ടത് ഈ ഒരു യുദ്ധത്തിലെ പരാജയത്തോടു കൂടിയാണ്.